ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഏകദേശം 25,000 ജോബ് വേക്കൻസീസോളം അയർലൻഡിലുണ്ട്. നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതിൽ കൂടുതലും വിസ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന ജോലികൾ. അപ്പം അങ്ങനെയുള്ള ജോലികൾ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഏജൻസീസ് ഏതൊക്കെയാണെന്ന് പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പിന്നെ ആദ്യം തന്നെ ഇങ്ങനെയുള്ള ജോബ് വേക്കൻസീസും അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസും പറയുന്ന വീഡിയോസിലെല്ലാം ഞാൻ ഡിസ്ക്ലെയിമറായിട്ട് പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആദ്യം ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കരുത്. നിങ്ങൾക്ക് ഇന്ന ജോബ് ഓഫർ തരാം അല്ലെങ്കിൽ COS തരാം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് ആര് ചോദിച്ചാലും അത് കൊടുക്കരുത്, അത് ഇല്ലീഗലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഈ ഒരു ഏജൻസീസ് ഇപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ, ഇപ്പോഴും അവർക്ക് വേക്കൻസീസ് ഉണ്ടോ? ജോബ് വേക്കൻസീസ് സ്റ്റിൽ കാണും, പക്ഷെ സ്പോൺസർഷിപ്പ് ജോബ് വേക്കൻസീസ് വരുന്ന സൈറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏജൻസീസ് ആണ് ഇതെല്ലാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ജോലികൾ അതിലെല്ലാം അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വേക്കൻസീസ് ഇപ്പോഴും ഉണ്ട്, കൊടുക്കുന്ന ജോബ്സ് ഇപ്പോഴും അതിൽ കിടപ്പുണ്ട്. നിങ്ങളുടെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോഴും ആ ഏജൻസീസൊക്കെ അല്ലെങ്കിൽ ആ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഇപ്പോഴും വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടോ, അല്ല വേക്കൻസീസ് സ്റ്റിൽ അവൈലബിൾ ആണോ എന്ന്. എന്നാൽ ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഇങ്ങനെ കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പം ആ വീഡിയോസിൽ കുറേ പേര് പറയുന്നുണ്ട് ഇപ്പോൾ അവർ റിക്രൂട്ട് ചെയ്യുന്നില്ല, ഇവർ കള്ളം പറയും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. വേക്കൻസീസ് ഉണ്ട്, വേക്കൻസീസ് വരും, വിസ സ്പോൺസർഷിപ്പ് കൊടുക്കാനും സാധിക്കും. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഗൈസ്, എൻ്റെ പേര് സ്മിത. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ എന്നാക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതൊക്കെയാണ് ഏജൻസീസ് ജസ്റ്റ് ഒന്ന് നോക്കാം. വെല്ലാസ് മയർ ഇന്റർനാഷണൽ. ആദ്യത്തെ ഏജൻസി എന്ന് പറഞ്ഞാൽ വെല്ലാസ് മയേഴ്സ് ഇൻ്റർനാഷണൽ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതിൽ ഫൈൻഡ് എ ജോബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫീൽഡ്സ് അതിൽ കാണും. അതിൽ ഏത് ഫീൽഡാണോ നിങ്ങൾ നോക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ജോലിയുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ കാണും. CV അപ്ലോഡ് ചെയ്യുന്നതെല്ലാം കാണും. അത് മാത്രമല്ല, ഈ വെല്ലാസ് മയേഴ്സ് ഇൻ്റർനാഷണലിന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ നമ്മളുടെ ഫീൽഡിലുള്ള ജോലി കണ്ടില്ല എങ്കിൽ നമ്മുടെ CV അതിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതുമാണ്. സെക്കൻഡ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് വാട്ടർ റിക്രൂട്ട്മെന്റ്. ഈ ബ്രിഡ്ജ് വാട്ടർ റിക്രൂട്ട്മെൻറ്റ് സൊല്യൂഷനിൽ കൂടുതലും എഞ്ചിനീയറിംഗ് ടൈപ്പ് ജോലികൾ കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ എല്ലാ ഫീൽഡിലും ഉള്ളതുകൊണ്ട്, എഞ്ചിനീയറിംഗ് മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് കുറച്ചും കൂടി അവർ ഹൈലൈറ്റ് ചെയ്ത് ഇതിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ സെയിൽസും മാർക്കറ്റിങ്ങും ഫിനാൻസും എല്ലാം, അക്കൗണ്ടിങ്ങും എല്ലാം ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ കയറി സെർച്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിലെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ മെയിൽ അയക്കാനുള്ള മെയിൽ ID യോ അല്ലെങ്കിൽ ടെലിഫോൺ നമ്പറോ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അവർ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ 9 സ്റ്റേജുകൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ കരിയർ ഇവാലുവേഷനാണ്. പിന്നെ നമുക്ക് ഓരോ ഓപ്ഷൻസ് തരും, അവർ അഡ്വൈസ് തരും. പിന്നെ ക്ലയൻറ്റുമായിട്ടുള്ള ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് തരും. അതിൻ്റെ ഉള്ള പ്രിപ്പറേഷനും അഡ്വൈസും ഒക്കെ അവർ തരുന്നതായിരിക്കും. അപ്പം ഇത് ഒരു എനിക്ക് പെയ്ഡാണോ, ഇത് പേ ചെയ്യണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ സർവീസസൊക്കെ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഫീൽഡിൽ വെച്ച് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യം കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് തന്നെ ഇൻ്റർവ്യൂവിന് പോകാനും പിന്നെ CV പ്രിപ്പയർ ചെയ്യാനും ഒക്കെ. വൺസ് നമ്മൾ പെയ്ഡ് കൊടുത്താൽ പോലും പിന്നീട് നമുക്കുള്ള സബ്സിക്വൻറ്റ് ജോബ്സിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GP. ഇതിൽ 180+ കൺട്രീസിലെ ജോബ് വേക്കൻസീസ് വരുന്ന ഒരു സൈറ്റാണ്, ഇൻ്റർനാഷണൽ സൈറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു സൈറ്റിൽ കണ്ട് നമ്മളൊരു ജോബ് ഓഫറിന് വേണ്ടി ശ്രമിച്ചാലും അല്ലെങ്കിൽ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്താലും ക്യാഷ് ചോദിക്കുന്ന കാര്യമാണെങ്കിൽ അത് അപ്പോഴേ വിട്ടേക്കണം. അത് ഫേക്ക് ആയിരിക്കുമോ ഒറിജിനൽ ആണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് ഒരു പോയിൻ്റായിട്ട് മനസ്സിൽ വെച്ചിട്ട് വേണം എല്ലാ ഇതിലും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. CV അപ്ലോഡ് ചെയ്തിടാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനിയും അടുത്ത ഏജൻസി ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പേര് ഹെഡ് ഹണ്ട് ഇന്റർനാഷണൽ. ഇത് ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. നമുക്ക് ഏത് സ്ഥലം വേണോ നോക്കുന്നത് അത് നമുക്ക് സോർട്ട് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ജോലി നോക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോലിയും ഇതിൽ കിടപ്പുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ COS കൊടുക്കാൻ പറ്റുന്നത്, അതായത് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റുന്നതും സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജോലികളും ഉണ്ട്. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിനും മെയിൽ ID, CV ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷന്, അവരെ കണക്ട് ചെയ്യാൻ ഫോൺ നമ്പരും എല്ലാം കിടപ്പുണ്ട്. അപ്പം അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുന്നതോ ഒരു മെയിൽ ഡ്രോപ്പ് ചെയ്യുന്നതോ ഒക്കെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCM റിക്രൂട്ട്മെന്റ്. ഇതും ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ്. അപ്പം ഞാൻ മെയിൽ ID ഇതാണ്, ഇതിൽ അവരുടെ സൈറ്റിൽ തന്നെ കിടപ്പുണ്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാമേ.
ഇത് ഓവർസീസ് വർക്കേഴ്സിനെ, അതായത് നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും അതുപോലെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാനും പറ്റുന്ന ഏജൻസീസ് ആണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.